പരാജയ സ്ഥിതിക്ക് എന്റെ ഒരു സാധനമുണ്ട്. കാണിക്കേ അതുകൂടെ പരാജയപ്പെട്ടെ. ശരിയാ, ഒരു പരാജയത്തിന്റെ കൂടെ മറ്റൊരു പരാജയം. ഏത് ഗസ്റ്റ് വന്നാലും ഞാൻ പാട്ട് പാടുവോ? എന്റെ ചെറുപ്പത്തിലെ തമിഴ് പാട്ട് ഞാൻ കാണാപ്പാടം പഠിച്ചു. ഇന്ന് വരെ ബിനീഷ് ബാസ്റ്റിൻ തമിഴ് പാട്ടുകൾ പാടാറില്ല. ബിനീഷ് ബാസ്റ്റിന്റെ പാട്ടുകൾ മാത്രമേ പാടാറുള്ളൂ. ചെറുപ്പത്തിലെ പഠിച്ചതാ. ഞാനല്ല ഈ സംഗീതം ചെയ്തത്, എന്റെ കൂട്ടുകാരനാ. മുഖമൊക്കെ മാറണേ. ഇത് മ്യൂസിക് മാറിപ്പോയല്ലേ. Uwashi, Uwashi, ATC, Uwashi. Uwashi, Uwashi, ATC, Uwashi. ഇത്ര പറ്റാത്തവരെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? അല്ല, എന്തോന്നറിയോ, ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് നോബി ഇങ്ങനെ നിൽക്കുമല്ലേ, പാട്ട് പാടുകയാണേ, അടിച്ച് ഷേപ്പ് മാറ്റി അങ്ങനത്തെ ഒരു മുഖം. അതായത് പാവമാണ്, പക്ഷെ എന്നെ നോക്കി പാടിയപ്പോ എന്തിനാ ഈ ഭീകരന്റെ ഒരു ലുക്ക്. രണ്ട് പെർഫോമൻസ് ഇവിടെ വൻ തോൽവിയായിട്ട് നിൽക്കുമ്പോ വീണ്ടും തൊലിക്കട്ടിയുടെ ഒക്കെ എക്സ്ട്രീം. ഒരാൾ എന്നെ വിളിച്ചിട്ട് ചേച്ചി അടുത്തത് എന്നെ വിളിക്കണേന്ന്. ശ്രീവിദ്യ വരൂ. ചേച്ചി, എനിക്ക് കളിപ്പാട്ടം ഭയങ്കര ഇഷ്ടമാണ്. 38 വയസ്സുള്ള അവൾക്ക് ഇപ്പോഴും കളിപ്പാട്ടം കളിപ്പാട്ടം. ചേച്ചിയുടെ കളിപ്പാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, പടമുണ്ട്. അപ്പം അതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി വയലിന്റെ സ്ട്രിങ് ഒക്കെ പൊട്ടിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആണല്ലോ. അപ്പൊ അതിലൊരു ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ആണോ ഒരു ക്യാരക്ടർ? വയലിന്റെ സ്ട്രിങ് പൊട്ടിക്കുന്ന ക്യാരക്ടർ അല്ല, അതാ ക്യാരക്ടറിന്റെ ഒരു മാനറിസം അല്ല. വയലിന്റെ സ്ട്രിങ് ഒക്കെ പൊട്ടിക്കുന്ന ഒരു ക്യാരക്ടർ. ഞാൻ ആദ്യമായിട്ട് ആ ക്യാരക്ടർ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എന്നോട് പറഞ്ഞത്. ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറിന് ഒരു കളിപ്പാട്ടം പോലെ ഒരു ഭർത്താവിനെ കിട്ടുന്നു, അതാണ്. എന്നിട്ട് ശ്രീവിദ്യ ശ്രദ്ധിച്ചതോ ആ സ്ട്രിങ് പൊട്ടിക്കുന്നത്. അപ്പൊ വയലിനോ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുട്ടിയാണ് ജീവിതത്തിൽ. അതായത് കമ്പി പൊട്ടിയ ഒരു പെണ്ണാണിത്. അതിലൊരു ഡയലോഗ് പറയാം. എന്ത് പറഞ്ഞാലും അങ്ങ് ചിരിച്ചോളണം. അമ്മ അച്ഛൻ്റെ അടുത്ത് വഴക്കടിക്കാറില്ലേ, പിന്നെ അച്ഛന് ദേഷ്യം വരാറില്ലേ, ഇദ്ദേഹത്തിന് ദേഷ്യം വരത്തില്ല. കണ്ടോ, ഇന്ന് ഞാനൊരു കാര്യം കണ്ടുവച്ചിട്ടുണ്ട്, കയ്യിന്ന് പോയി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എനിക്കൊരു നിർദ്ദേശം വെക്കാനുണ്ട്. നിർദ്ദേശാന്നറിയോ? ദയവ് ചെയ്ത് നിങ്ങള് ചേച്ചി അഭിനയിച്ച സീനുകൾ അഭിനയിക്കരുത്. കാരണം ആരെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം തരാനായിട്ട് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഇല്ലാതാക്കും.